പുതിയൊരു സ്വാഗതം കളിക്കാൻ പറ്റി എൻ്റെ ബൈക്ക് റെഡി. ഓക്കെ, നമ്മന്ന് ഷിൻചാൻ്റെ അടുത്ത് പോയി വന്നേക്കായിരുന്നു. ഇന്ന് പോലീസ് ഡ്യൂട്ടി ഉണ്ട് ഗൈസ്. നമ്മ ഇത്ര നാളും ലീവ് എടുത്തേക്കായിരുന്നു. അപ്പം എന്തായാലും ഇന്ന് പോലീസ് ഡ്യൂട്ടിക്ക് പോകണം ഗൈസ്. ലീവ് എടുക്കാൻ പറ്റൂല. അപ്പം നമുക്കൊന്ന് ഫ്രഷായിട്ട് നമുക്ക് പോവാം ഗൈസ്. നമുക്ക് ചാടി കുളിക്കാം. അതിന് മുമ്പ് നമുക്ക് ഡ്രസ്സ് വേണം ഗൈസ്. ഡ്രസ്സ് വേണം. അയ്യോ, ഓക്കെ, മതി. നമുക്കെടുത്ത് ചാടാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് കുളിക്കാം. എന്നിട്ട് നമുക്ക് വേഗം പോവാം ഗൈസ്. നമ്മ ഷിൻചാന് ഫുഡൊക്കെ കൊടുത്ത് ഇനി നമുക്ക് രാത്രി വരെ ഉണ്ടാവും ഗൈസ്. പിന്നെ എന്നാലും രാത്രി അവൻ കിടക്കാൻ വന്നിട്ടോ ഗൈസ്. പേടിയാന്ന് പറഞ്ഞ് എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ പേര് അടിയിലും കിടന്ന് അങ്ങനെ. ഇന്ന് നമുക്ക് അവിടെ കിടക്കാൻ പോകണമെന്ന് പറയാണ്ട്. മതി ഗൈസ്, കുളിച്ചാൽ മതി. ഇനി നമുക്ക് വേഗം പോലീസ് ഡ്യൂട്ടിക്ക് പോവാം. ഡ്രസ്സ് വാർത്ത ഗൈസ്, ഡ്രസ്സ് മാറാം. ഓക്കെ, എന്തെങ്കിലും എടുത്തിട്ടുണ്ടാ ഇതിനുള്ളൂ, വേറെ ഒന്നുമില്ലേ. ഇതിടാ, ഒരു പാൻറ് ഇടാം. ഓക്കെ, നമുക്ക് തല ഉടത്തിയിട്ട് ഗൈസ്. തലയിൽ നിറച്ചും വെള്ളം നമുക്ക് തല ഉടത്തിയിട്ട് വരാം. ഓക്കെ, തല ഉടച്ചേക്കാണ്. ഇനി നമുക്ക് ഈ കാറിൻ്റെ കളർ ബ്ലാക്ക് ആക്കാം. ഇനി നമുക്ക് വേഗം പോലീസ് ഡ്യൂട്ടിക്ക് പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ കാർ തന്നെ വെച്ച് പോയാൽ മതി. പോലീസ് കാറിനൊന്നും പോകണ്ട ഗൈസ്. നമുക്ക് ഈ കാറിന് തന്നെ പോയാൽ മതി. എനിക്ക് ഈ കാറാണ് ഗൈസ് കൂടുതൽ ഇഷ്ടം. നമുക്ക് വേഗം വിടാം. ഓക്കെ, നമുക്കെന്നാൽ വേഗം പോവാം ഗൈസ്. ഓക്കെ, നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയൊക്കെയാണ്. നമുക്ക് ചോദിച്ചു നോക്കാം എത്ര മണിക്കാണ് സ്റ്റാർട്ടിങ്. ഇപ്പം ടൈം 9 മണിയായി. നമുക്ക് ചോദിച്ചു നോക്കാം. സാറ് അറിയാവും വന്ന്. ഇവിടുത്തെ 2 പേരെന്തേ ഓഫീസർ ഒരു ലീവ് ആണെന്ന്. ഓക്കെ പ്ലീസ്, ഇവിടെയുള്ള 2 ഓഫീസർ ലീവാണ്. സാറേ എത്ര മണിക്കാൻ പോണ്ട? ഇപ്പം 9 മണിക്ക് നോക്കോ? 9 മണിയായില്ല, എന്നാൽ പോവാ. നമുക്കന്ന് ഈ കാറെടുത്ത് പോവാം ഗൈസ്, അതാണ് നല്ലത്. ആ 2 ഓഫീസർ ഇന്നില്ല ഗൈസ്. നമുക്കെന്നാൽ വേഗം എവിടെയെങ്കിലും നമുക്ക് ബീച്ചിൽ പോവാം ഗൈസ്. അപ്പോൾ ബീച്ചിൽ കുറേ പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ പിടിക്കുക. കാരണം വേഗം ബീച്ചിൽ കൂടാ ഗൈസ്. ബീച്ചിൽ കൂട്ടാൽ കുറേ പേരുണ്ടാവും. അതായത് അങ്ങനെ പിടിക്കുക. ഇവിടെയൊക്കെ ആൾക്കാർ വണ്ടി മോഡിഫൈ ചെയ്ത് നടക്കും. അങ്ങനെ പിടിക്കുക ഗൈസ്. നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. വണ്ടി നിർത്താം. ഫസ്റ്റ് ആ ബുഗാട്ടിക്കാരനെ പിടിക്കുക. ഇയാളെ നമുക്ക് 5000 രൂപ ഫൈൻ അടിക്കാം. ഓക്കെ, ഇവിടെ നിർത്താം ഗൈസ്. ഇവൻ്റെ വണ്ടിയൊക്കെ ഫുൾ മോഡിഫൈ ചെയ്യണം ഗൈസ്. അതിൽ കുറേ പേരൊക്കെ നമ്മളെ വണ്ടി പോകുന്നിരിക്കും. കുറച്ച് മാന്യം ആയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേഗം ഇയാളെയും ഫൈൻ അടിക്കാം. സാറ് എന്തിനാ സാർ 5000 രൂപ അടിക്കണം? മനുഷ്യൻ്റെ കയ്യിൽ 1000 രൂപ ഉള്ളൂ. 1000 അതാർന്നിട്ട് കാര്യമില്ല. അപ്പോൾ പൈസ കിട്ടുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടടച്ചാൽ മതി. 1 മാസത്തിൻ്റെ ഉള്ളിൽ അടക്കണം കേട്ടോ, അല്ലെങ്കിൽ വണ്ടി പിടിക്കും. അപ്പോൾ നമുക്ക് വണ്ടി മാറ്റി കൊടുക്കാം. നമുക്ക് ഇനി അടുത്ത ആൾ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇയാളെന്താ വണ്ടി എടുത്ത് പോലെ വണ്ടി എടുത്ത് നോക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ പിടിച്ച് നോക്കും. നമുക്കെന്നാൽ അവിടെ നിന്നൊരു ലംബോർഗിനിക്കാരൻ പിന്നുണ്ട്. അയാളെ ഒന്ന് മേടിക്കാം. ഇയാളെ നമുക്ക് 5000 രൂപ തന്നെ മേടിക്കാം ഗൈസ്. ഇയാളെ ഭയങ്കര മോഡിഫൈ വണ്ടിയാണല്ലോ. ഇത് ലംബോർഗിനിയാണ് ഗൈസ്, ലംബോർഗിനി. ഓക്കെ, അടുത്തേക്ക് നമുക്കിനി ഇയാളെ നിന്ന് 5000 രൂപ മേടിക്കാം ഗൈസ്. 5000 ഇല്ല, അതിൻ്റെക്കാട്ടും കൂടുതൽ മേടിക്കാം. അതാണ് നല്ലത്. ഇത് ഭയങ്കര മോഡിഫൈ ആണ്, കണ്ടാൽ തന്നെ അറിയാം. ദയവര് ബമ്പറൊക്കെ പൊട്ടിക്കണം. ചേട്ടാ, അപ്പം 6000 രൂപ ഫൈന്. ഭയങ്കര മോഡിഫൈ ചെയ്താലോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ 5000 ഉള്ളല്ലോ. 5000 ഒന്നെന്താണ്, എല്ലാവരുടെ കയ്യിൽ പൈസ ഇല്ല ഗൈസ്. അല്ലെങ്കിൽ എല്ലാവരുടെ കയ്യിൽ പൈസ ഉണ്ടാകും. ജിപേയിൽ 1000 ഉണ്ട്. എന്നാൽ അയച്ചാ 5000 രൂപ ക്യാഷ് ആയിട്ട് 1000 രൂപ ഗൂഗിൾ പേ അയച്ചു തന്നാൽ മതി. എന്നാൽ വേഗം തരാൻ ജിപേയിൽ നമ്പർ പറഞ്ഞു തരാം. ഓക്കെ ഗൈസ്, അയാളെ നിന്ന് പൈസ ഇട്ടിയൊക്കെയാണ്. ഇയാളെന്താ പോവാത്തെ? ഇയാളെന്താണ് എന്തോ നോക്കിയിരിക്കുകയാണ്. സോറേ എന്തേ? ഇയാളല്ലേ വിളിക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 5000 ഉണ്ട്. അന്നത്താ ജിപേയിലാണ്, അത് അത്രയുള്ളൂ പ്രശ്നം. എന്നാൽ വേഗം താടോ, ഞാൻ ജിപേയുടെ നമ്പർ പറഞ്ഞു തരാം. ഓക്കെ ഗൈസ്, അയാൾക്ക് ഞാൻ ജിപേയുടെ നമ്പർ പറഞ്ഞത്തേക്കാണ്. നമുക്ക് ഇടയ്ക്കൊന്ന് വണ്ടി മാറ്റാം ഗൈസ്.
ഇവിടെ തന്നെ കണ്ട നമുക്ക് എവിടേക്കും ഇനി വണ്ടി വട്ടം വെച്ച് നിർത്തിക്കുക ഗൈസ് എല്ലാവരെയും. പുറത്തെ ഒരു ബുഗാട്ടിക്കാരുണ്ട്, അയാൾ പിടിച്ചില്ല. ഇവിടെ ഉള്ള എല്ലാവരെയും ബുഗാട്ടി കോൺസഗ് അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇവിടെ നിന്ന് ഒരു ഓടിക്കാരനും മഞ്ഞുണ്ട്, അയാളെ നമുക്ക് പിടി ഗൈസ്. എന്നാൽ വണ്ടി നമുക്ക് ഇതുപോലെ ഇടാം. ഓക്കെ, നമുക്ക് ഇയാളിങ്ങനെ മോഡിഫൈ ആവുന്നില്ല, ഇയാൾ ചെറുതായിട്ട്. എന്നിട്ട് 3000 ഫൈൻ ഉണ്ട്. ഓ 3000 ആണോ? എന്നാൽ പൈസ ഇട്ട് തരാം. ഓക്കെ ഓക്കെ, അയാൾ പൈസ തന്നേക്കാണ്. അതിൻ്റെ ബാക്കിൽ ഒരാളുണ്ട്, പക്ഷെ അത് പിടിക്കണ്ട. ഒരു കോൾ വരുന്നുണ്ടല്ലോ, ആ കോളൊന്ന് നോക്കട്ടെ ഗൈസ്, ആരാ നോക്കാം. ഓക്കെ, നമ്മളെ ജുറാസിക് പാർക്കിലൊരു ഗോസ്റ്റ് റൈഡറിൻ്റെ ഒരു ബൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് രാത്രി വഴി മേടിക്കാം ഗൈസ്. മേടിക്കല്ല, നമുക്ക് അടിച്ചു മാറ്റാം ഗൈസ്. നമുക്ക് ആ ഗോസ്റ്റ് റൈഡറിൻ്റെ വണ്ടി അടിച്ചു മാറ്റണം. അതെന്തായാലും അടിച്ചു മാറ്റണം. അതിൽ സ്കെൽട്ടൻ ഉണ്ടെന്നാണ് പറയണേ. നമുക്ക് സൂക്ഷിച്ചു പോകണം, സ്കെൽറ്റനെ കാണാണ്ട് പോകണം ഗൈസ്. നമുക്കന്ന് രാത്രിയോടെ വരെ നമുക്ക് ജോലി എടുക്കാം ഗൈസ്. രാത്രി ആയിക്കട്ടെ, ഇവിടെ നിൽക്കണം ഗൈസ്. ഇയാളൊന്ന് നമ്മളെ കാറിനൊന്ന് ഇടിച്ച് കണ്ട, ആ ഡോർ ഓപ്പണായി. നമുക്ക് ഇയാളെ വണ്ടി അങ്ങനെ കത്തിച്ചളയാം, അതിൻ്റെ ഒപ്പം അയാൾ പോവും. ഓക്കെ, അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മളെ വണ്ടി പിടിച്ചാൽ എന്തായാലും തിരിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ രാത്രി ആയിക്കട്ടെ, നമുക്ക് എന്തായാലും വേഗം അന്ന് ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക് അടിച്ച് മാറ്റാൻ പോവാം. അത് നമ്മളെ ജുറാസിക് പാർക്കിലാട്ടോ ഗൈസ്, സൂക്ഷിച്ചു പോകണം. എവിടെയാണ് ജുറാസിക് പാർക്കില്ല, ഏതോ ഒരു ഭാഗത്ത്. നമുക്കെന്നാൽ ജുറാസിക് പാർക്കിൽ കളഞ്ഞിട്ട് വണ്ടി വിടാം ഗൈസ്. നമുക്ക് വേഗം പറപ്പിച്ചുവിടാ. ഓക്കെ, ഇനി കുറച്ചുള്ളൂ. അയ്യോ മറന്നു ഗൈസ്, വണ്ടി മറന്നു. ഓക്കെ, നേരെ നമുക്ക് വേഗം വിടാം ഗൈസ് വണ്ടി. നമുക്ക് വേഗം ജുറാസിക് പാർക്കിൽ പോവാം ഗൈസ്. നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ അവിടെ എത്തിയൊക്കെയാണ്. ഇതൊക്കെ ഇടിച്ചോട്ടിക്കാൻ പറ്റുമോ? ശരി. നല്ലോണം വരന്നെ ഗൈസ്, അത് കുഴപ്പമില്ല. നമുക്ക് ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക് കിട്ടിയാൽ മതി. അത് എവിടെയെങ്കിലും നമുക്ക് അന്വേഷിക്കണം ഗൈസ്. ഉള്ളിൽ കയറാം, പക്ഷെ ഒരു പേടിയുണ്ട്. കാര്യം ചോദിച്ചാൽ ഇപ്പം രാത്രിയാണ്, പിന്നെ ഡൈനോസർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് തന്നെ സൂക്ഷിച്ചു പോകണം, അല്ലെങ്കിൽ ഡൈനോസർ എടുത്ത് സൂക്ഷിക്കും. നമ്മളെടുത്ത് സൂക്ഷിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് പോവാം, ഡൈനോസർ കാണാണ്ട് പോവാ ഗൈസ്. അയ്യോ വണ്ടി അടിച്ച്. ബൈക്കുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, ബൈക്കുണ്ടായിരുന്നാൽ മതി. നമുക്ക് നോക്കി നോക്കാം ഗൈസ്, ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക് അവിടെ നിന്നാണ് കിട്ടുക, നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, ഈ ഗോസ്റ്റ് റൈഡറിൻ്റെ വണ്ടി കിട്ടിയിട്ടില്ല, നമുക്ക് തിരഞ്ഞു നോക്കാം ഗൈസ്. ഇത് ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് കിട്ടും. ഇവിടെ ഇല്ല കേട്ടോ, പറ്റിച്ചത് ഇനി നമ്മുടെ ആണെന്ന് തോന്നുന്നു ഗൈസ്. ലൈറ്റ് ഇടാ, വണ്ടി കാണുന്നില്ല ഗൈസ്. എവിടെ പോയി? നമ്മളെ പറ്റിച്ച എവിടെ ഇല്ല, നമ്മളെ പറ്റിച്ചെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ അവിടെ പോയി തപ്പായി, നമ്മൾ എല്ലായിടത്തും നോക്കി, നമ്മൾ ചിലപ്പോൾ പറ്റിച്ചെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് നോക്കി നോക്കണം, ഇല്ല ഒന്നുകൂടെ നോക്കി നോക്കിയോ ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും കാണും വിചാരിക്കുന്നു. ഇവിടെ ഒന്നുമില്ല, എവിടെയില്ല ഗൈസ്. എവിടെ പോയി? കാണില്ല ഗൈസ്, നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ ഒരു സാധനം കത്തുണ്ട്, നോക്കി നോക്കാം. ഇതൊരു ബൈക്കല്ലേ? ഓക്കെ, ഇതാണ് നമ്മളെ ഗോസ്റ്റ് റൈഡറിൻ്റെ വണ്ടി. പുള്ളിക്കാരൻ്റെ കാണില്ല കേട്ടാ, സ്കെലിറ്റൻ്റെ കാണില്ല. സ്കെലിറ്റനാണ് ഈ വണ്ടി മേടിച്ചത്. അയാൾ കാണുന്ന മുമ്പ് നമുക്ക് അടിച്ചു മാറ്റാം. കണ്ണിലാണ് ഈ അതിൻ്റെ കണ്ണില്ലേ, ഈ സ്കെലിറ്റൻ്റെ തല പോലത്തെ സാധനം ഇത് കൂടെ കണ്ട, അതിൻ്റെ കണ്ണിൽ കൂടെ സ്ലേറ്റത്ത സീന്. കാരണം പെടച്ചു വിടാം, നോക്കണ്ട, ഒന്നും നോക്കണ്ട ഗൈസ്, നമുക്കിത് പെടച്ചങ്ങ് വിടാം. അല്ലെങ്കിൽ ആ സ്കെലിറ്റൻ കണ്ട പിടിച്ച് തൂക്കി ഗൈസ്. നമുക്കൊന്ന് വേഗം വിടാം ഗൈസ്. ഓക്കെ, നമുക്ക് വേഗം പോവാം.
കൂടെ പറക്കാൻ കേസമ്മ അമ്മ വീട് എവിടെയാണോ നമ്മ തിരിച്ചാവർത്താൻ എത്തി അത് ശരി ഈ നേരം കൊണ്ട് ഞാനിപ്പോൾ അവിടെ എത്തിയാനല്ല നമുക്കത് വേഗം വീട്ടിൽ പോയി അതാ നല്ലത് ഗൈസ് വണ്ടി വെള്ളം വീണത്ത് കട്ടാണ് ഗൈസ് പിന്നെ ഒരു കുഴപ്പമില്ല അയ്യോ ഇവിടെ ഗേറ്റാ അപ്പോൾ പിന്നെ അമ്മ അതിൽ കൂടെ പുറത്ത് കിടങ്ങും ഹൈ പെട്ടാ പെട്ടെ ഇവിടെ ഒരു ജമ്പുണ്ട് ചടി വെക്കാം അയ്യോ ഈ സമയം ഇവിടെ പെട്ടുപോയി അയ്യോ ചാടത്തിലായിരുന്നു വെറുതെ കഷ്ടപ്പെട്ടിരുന്നു പോസ്റ്റാണ്ട് മുമ്പ് നമുക്ക് വണ്ടി വിടണം ഓക്കെ പ്രത്യേകമാണ് പിന്നെ നമുക്ക് ഇത് സ്പീഡിൽ പോവാ കൈസ് ചത്ത് പറ്റാം നമുക്കിതെങ്ങനെയെങ്കിലും പുറത്ത് കറക്കണം കൈസ് എങ്ങനെയാണോ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി കൈസ് സൂക്ഷിച്ച് കൊണ്ടു പോവാ കൈസ് പുറത്തേക്ക് ഇറത്താം പുറത്തൊക്കെ തീരല്ല അയ്യോ ഗൈസ് പണിയായി നമുക്കെന്നാ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം അത് മതിലാണ് മതിലും മേടിച്ചിട്ട് എന്ത് കാര്യം ഇതെന്താണിത് ഗൈസ് പണിയായി നമുക്ക് എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കണം ഇവിടെ നിന്ന് അല്ലെങ്കിൽ ശരിയാവൂല ഗൈസ് ഇത് ഞാൻ കണ്ടില്ല കേട്ടോ ഇവിടെ ഇപ്പം വന്നേന്ന് തോന്നി അയ്യോ പക്ഷേ വണ്ടി സീന് ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കണം ഓക്കെ നമുക്ക് ഒരു ചാട്ടം പോയില്ല പറ്റത്തില്ല ഗൈസ് ഓക്കെ ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കറക്കാൻ നോക്കാം അതാ നല്ലത് ഓക്കെ ഗൈസ് അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് നമ്മളെ ബൈക്ക് ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ് കാരണം കത്തുണ്ട് ഇത് സെയിം ബൈക്കാണ് ഗൈസ് ഏതെങ്കിലും വണ്ടി കൊണ്ട് കുത്തിയാലും നമുക്കൊന്നും പറ്റില്ല ഗൈസ് ഞാൻ കാണിച്ചു തരാം അത് നമ്മളെ ഡിഫൻഡർ നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി ചെയ്ത് നോക്കാം പിന്നെ മനുഷ്യന്മാരെ മേത്തോട്ടാലും ഔട്ടോ ഷിൻചാനെ കാണിക്കാണ്ടിരിക്കാനാണ് നല്ലത് അതേ കണ്ട അയാൾ തെറിച്ചു ഗൈസ് നമുക്കെന്നാൽ ഇത് നോക്കി നോക്കാം ഓ ഗൈസ് അമ്മ പറക്കണ് ഹൈ ഇതെന്താ റോക്കറ്റാ അയ്യോ അമ്മ എയർപോർട്ടിൽ കത്തി ഒറ്റയടിക്ക് എയർപോർട്ടിൽ കത്തി പുറത്തൊക്കെ കത്തിയ കൊള്ളാം നമുക്കെന്നാ വണ്ടി ഓടിച്ചു നോക്കാം നല്ല വണ്ടി കണ്ട വടക്കും കുത്തിയാലും പറക്കാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും ഗുഡ് ബൈ